നമ്മൾ വാഹനങ്ങളിൽ ഈ കൂളന്റ് യൂസ് ചെയ്യണത് കൂളന്റ് ഫ്രീസ് ആവാതിരിക്കാൻ, കൂളന്റ് അല്ല വെള്ളം വെള്ളം ഫ്രീസ് ആവാതിരിക്കാനൊക്കെ നമ്മൾ കൂളന്റ് യൂസ് ചെയ്യണത്. ശരിക്കും നമുക്ക് ഇവിടെ ഫ്രീസിങ്ങിന് വിഷയം വരുന്നില്ല, അത് ഒരുപാട് തണുത്ത പ്രദേശങ്ങളിലേക്കാണ് ആവശ്യം വരുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുന്നത് വെച്ചാൽ ഹീറ്റ്, അതായത് നമ്മുടെ പച്ചവെള്ളമാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വെള്ളം ചൂടാവൂട്ടാ. നമ്മൾ കൂളന്റ് ആണെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് വോളിയം ഭയങ്കര കുറവ്, പെട്ടെന്ന് അങ്ങനെ തിളയ്ക്കൂല കൂളന്റ്. അതുപോലെ തന്നെയാണ് റെസ്റ്റും, അതായത് തുരുമ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കൂളന്റ് യൂസ് ചെയ്യാനായിട്ടാ. അത് കൂടാതെ വേറെ സംഭവമുണ്ട്, വാട്ടർ പമ്പിന്റെ ലൂബ്രിക്കേഷനും കൂടി കൂളന്റ് ആട്ടാ. നമുക്ക് കൂളന്റ് എടുത്ത് കൈ കൊണ്ട് തൊട്ട് അറിയാൻ വേണ്ടി ചെറിയ വഴുവഴുപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ വാട്ടർ പമ്പ് അങ്ങനെ സാധനങ്ങളിലേക്ക് ലൂബ്രിക്കേഷനും കൂടിയാണ് ഈ കൂളന്റ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അപ്പൊ നമ്മൾ കൂളന്റ് യൂസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എഞ്ചിന്റെ കമ്പോണൻസ്, അതായത് നമ്മുടെ ഈ മെറ്റൽ പാർട്സ് ഒക്കെ പെട്ടെന്ന് തുരുമ്പ് വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ലൈഫ് ഭയങ്കരമായിട്ട് കുറയും കേട്ടോ. കൂളന്റ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് യൂസ് കഴിഞ്ഞാൽ എഞ്ചിന് നല്ല ലൈഫ് കിട്ടും. കൂളന്റ് കറക്റ്റ് പ്രോപ്പർ യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് എഞ്ചിൻ കംപ്ലൈന്റ് ചാൻസ് കൂടുതലാണ്ടാ. അതുപോലെ ലൂബ്രിക്കേറ്റ്സ് കറക്റ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ടർ പമ്പ് അങ്ങനെ സാധനമൊക്കെ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എപ്പോഴും വണ്ടിയിൽ കൂളന്റ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക, അതുപോലെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കൂളന്റ് ചേഞ്ച് ചെയ്യുക. നമ്മൾ കൂളന്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. കൂളന്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാത്തൊരു വണ്ടിയുടെ കംപ്ലൈന്റ് ആണ് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. നമ്മുടെ റേഡിയേറ്ററിന്റെ ഓസോണി കാണേ, ഇന്നത്തെ ബോൾട്ട് തട്ടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പൊടിയിട്ടാ ഈ തുരുമ്പ് ജസ്റ്റ് ഒന്നുകൂടെ കറക്റ്റ് കാണിച്ചു തരാം, നോക്കിക്കോളെ. സൗണ്ട് കേൾക്കണ്ട, സൗണ്ട് കേൾക്കണതേ അത് തുരുമ്പ് കിടന്നതാണ് കേട്ടാ. നോക്കിക്കോണേ, കണ്ടോ ഒരു റബ്ബർ പൈപ്പിനകത്തൊന്നും തുരുമ്പായി കാണണ്ടാ. അപ്പോ വണ്ടിയുടെ എഞ്ചിൻ കംപ്ലീറ്റ് മെറ്റലല്ലേ വരിക. അപ്പൊ മെറ്റൽ ഹൗസ് എന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല രീതിക്ക് തുരുമ്പിച്ചിരിക്കുന്നുണ്ടാവും. ഇത് നമ്മള് കൂളന്റ് യൂസ് ചെയ്യാണ്ട് വണ്ടി ഓടിച്ചിട്ടുള്ള അവസ്ഥയിൽ കണ്ടിട്ടാ. ഈ വണ്ടിയിൽ കൂളന്റ് യൂസ് ചെയ്തിട്ടുള്ള ഫുള്ള് പച്ചവെള്ളത്തിലൂടെ വണ്ടിയാണ്, നല്ല രീതിക്ക് തുരുമ്പുണ്ട്. റബ്ബർ പൈപ്പായിട്ട് ഇത്രയും തുരുമ്പുണ്ട്. അപ്പൊ മെറ്റൽ ഹൗസ് എന്ന് ആലോചിച്ച് നോക്കിയേ, ഫുള്ള് ദ്രവിച്ചു തുടങ്ങി പോകും. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് കൂളന്റ് മാറുക കേട്ടോ. കൂളന്റ് നമ്മൾ പീരിയോഡിക് സർവീസ് ചെയ്യുന്ന സമയത്ത് കൂളന്റ് എന്തായാലും മാറാം. കൂളന്റ് മാറിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തുരുമ്പായിരിക്കും എഞ്ചിന്റെ അകത്തും. എഞ്ചിന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ബാധിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ എഞ്ചിന്റെ ലൈഫ് തീരും. അപ്പൊ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കൂളന്റ് എപ്പോഴും ചേഞ്ച് ചെയ്യുക, റേഡിയേറ്റർ അടയ്ക്കുന്ന അയച്ച് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ.